എഡ്വേർഡ് ലീ തോണ്ടൈക്കിൻ്റെ ബേസിക് ലോസ് ഓഫ് ലേണിംഗ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. എഡ്വേർഡ് ലീ തോണ്ടൈക്ക് അമേരിക്കൻ മനഃശാസ്ത്രകാരനാണ്. നേരത്തെ അദ്ദേഹം ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ചില വസ്തുതകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. So he classified the concept of intelligence into 3 categories: social intelligence, abstract intelligence and concrete intelligence. ലേണിങ്ങിൻ്റെ അകത്തും അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു കണക്ഷനിസ്റ്റാണ്, ബിഹേവിയറിസ്റ്റാണ്. അദ്ദേഹം പ്രാവുകളെയും എലികളെയും പൂച്ചയും ഉപയോഗിച്ച് പലതരത്തിലുള്ള പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ബേസിക് ലോസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന വസ്തുതകൾ അദ്ദേഹം നൽകിയിട്ടുള്ളത്. എന്താണ് ഈ ബേസിക് ലോസ് ഓഫ് ലേണിംഗ്? നിങ്ങൾക്കറിയാം, ക്ലാസിഫൈഡ് ഇൻ ടു 3: ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് ഇഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്. ഈ ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് വീണ്ടും രണ്ടാക്കി മാറ്റിയിട്ടുണ്ട്: ലോ ഓഫ് യൂസ് ആൻഡ് ലോ ഓഫ് ഡിസ്യൂസ്. ഒന്നാമത്തെ ലോ ഓഫ് റെഡിനെസ് നോക്കാം നിങ്ങൾ. According to law of readiness, when any conduction unit is ready to conduct, to do so is satisfied. When any conduction unit is not ready to conduct, do so is annoying. When any conduction unit is not ready to conduct, to do so is also annoying. ഇതാണ് അദ്ദേഹം പറയുന്ന ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാകും, കാരണം ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും സിമ്പിളായ കാര്യമാണ്. കുട്ടികൾ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു ക്ലാസ് മുറിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത കുട്ടികളുടെ മുമ്പിലേക്ക് നമ്മൾ പഠനം എന്ന് പറയുന്ന പ്രക്രിയ നൽകുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് നല്ല മാനസികമായിട്ടുള്ള ഉല്ലാസവും അതുപോലെ തന്നെ സംതൃപ്തിയും ലഭിക്കും. കാരണം വളരെയധികം മോട്ടിവേറ്റ് ചെയ്താണ് അവർക്ക് ക്ലാസ്സും കിട്ടുന്നുണ്ട്. ഇനി കുട്ടികൾ മോട്ടിവേറ്റ് ചെയ്തില്ല, തീർത്ത് മോട്ടിവേറ്റ് ചെയ്യാത്ത കുട്ടികൾ, അവരുടെ മുമ്പിലേക്കാണ് നമ്മളൊരു പഠന പ്രക്രിയ നൽകുന്നതെങ്കിൽ ഒരു തരത്തിലുള്ള സംതൃപ്തി അവർക്ക് ലഭിക്കില്ല. അത് അനോയിങ് സ്റ്റേറ്റ് ആണ് ഉണ്ടാക്കുക. അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുക. ഇനി കുട്ടികൾ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തില്ല, പക്ഷെ നമ്മൾ ക്ലാസ് നൽകുന്നു, അതും കുട്ടികൾക്ക് അനോയിങ് സ്റ്റേറ്റ് ആണ് സൃഷ്ടിക്കപ്പെടുക. ഇതാണ് ഈ പറയുന്ന ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്ന സിദ്ധാന്തം. രണ്ടാമത്തത് ഈ ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്ന ആശയം എന്താണെന്ന് പരിശോധിക്കാം. ദ സെക്കൻഡ് ആസ്പെക്ട് ഈസ് നോൺ ആസ് ലോ ഓഫ് ഇഫക്റ്റ്. ഈ ലോ ഓഫ് ഇഫക്റ്റ് പറയുന്നത് വെൻ എനി മോഡിഫയബിൾ കണക്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ആൻഡ് ഈസ് ഫോളോഡ് ബൈ സാറ്റിസ്ഫൈങ് സ്റ്റേറ്റ് ഓഫ് അഫെയർ, ദാറ്റ് കണക്ഷൻ സ്ട്രെങ്ത് ഈസ് ഇൻക്രീസ്ഡ്. വെൻ എനി മോഡിഫയബിൾ കണക്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ stimulus and a response and is followed by satisfying state of affair, that connection strength is increased. When any modifiable connection is not made between stimulus and a response and is followed by annoying state of affair, that connection strength is decreased. ഇതാണ് ഈ പറയുന്ന ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് മൂന്നാമത്തെ ലോ നോക്കാം. മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് എക്സസൈസ് എന്നാണ് പറയുന്നത്. ഈ ലോ ഓഫ് എക്സസൈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ലോ ഓഫ് യൂസ് ആൻഡ് ലോ ഓഫ് ഡിസ്യൂസ്. അത് രണ്ട് പാർട്ടുണ്ട്. ലോ ഓഫ് യൂസ് എന്നും ലോ ഓഫ്
ഡിസ്യൂസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ലോ ഓഫ് യൂസ് എന്ന് പറയുന്നത് നോക്കാം നിങ്ങൾ. വെൻ എനി മോഡിഫയബിൾ കണക്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്, that connection strength, other thing being equal, is increased. When any modifiable connection is made between stimulus and a response, that connection strength, other thing being equal, is increased. When any modifiable connection is not made between stimulus and a response during a length of time, that connection strength is decreased. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമമൊന്നും തോന്നണ്ട. എന്താണെന്ന് നോക്കുക നിങ്ങൾ. നമ്മളൊരു സ്റ്റിമുലസിനെയും റെസ്പോൺസിനെയും നമ്മളൊരു ബന്ധം സ്ഥാപിച്ചു. അത് വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്റ്റിമുലസ് ആണ്, വളരെ സ്ട്രോങ് ആയിട്ടൊരു റെസ്പോൺസ് ആണ് എങ്കിൽ അതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അത് ഇൻക്രീസ് ചെയ്യപ്പെടും. വീണ്ടും വീണ്ടും എന്താ പറയുക, ആവർത്തിക്കാനുള്ള പ്രവണതകൾ ഉണ്ടാവും. നല്ലൊരു സ്റ്റിമുലസ്, നല്ലൊരു റെസ്പോൺസ്. ഇനി നമ്മളൊരു സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല, അത് മാത്രമല്ല കുറേ ടൈം ലാപ്സ് കഴിഞ്ഞു പോയി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായി ഡിക്രീസ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ, നമ്മളൊരു മാനസിക പ്രക്രിയ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്കത് എന്താ പറയുക, മെമ്മറിയുടെ അകത്തുനിന്ന് മറന്നുപോകും എന്ന് പറയുന്നതാണ് ഈ പറയുന്ന സിദ്ധാന്തം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഓർക്കുക, നിങ്ങൾ ബേസ്ഡ് ഓൺ ദ എക്സ്പെരിമെന്റ് കണ്ടക്ടഡ് ബൈ എഡ്വേർഡ് ലീ തോണ്ടൈക്ക്, ഹി ഹാസ് ഫോർമുലേറ്റഡ് ദ സോ കോൾഡ് ബേസിക് ലോസ് ഓഫ് ലേണിംഗ് ക്ലാസിഫൈഡ് ഇൻ ടു ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് ഇഫക്റ്റ് ആൻഡ് ലോ ഓഫ് എക്സസൈസ്. ഈ തോണ്ടൈക്കിന്റെ ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്ന തിയറിയാണ് മറ്റൊരു ബിഹേവിയറിസ്റ്റ് ആയിട്ടുള്ള BF സ്കിന്നർ മോഡിഫൈ ചെയ്യുന്നത്. ലോ ഓഫ് ഇഫക്റ്റിനെ മോഡിഫൈ ചെയ്യാണ്. അങ്ങനെ ലോ ഓഫ് ഇഫക്റ്റിനെ മോഡിഫൈ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറി ഫോം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് തോണ്ടൈക്കിന്റെ ലോ ഓഫ് ഇഫക്റ്റ് ആണ്. ദാറ്റ് മീൻസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആർ സ്റ്റാമ്പ്ഡ് ഇൻ എ പേഴ്സൺ, വേറസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആർ സ്റ്റാമ്പ്ഡ് ഔട്ട്. നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ അത് സ്റ്റാമ്പ് ചെയ്യും, ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടില്ല. ഇപ്പൊ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആർ സ്റ്റാമ്പ്ഡ് ഇൻ എ പേഴ്സൺ, വേറസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആർ സ്റ്റാമ്പ്ഡ് ഔട്ട് എന്ന് പറയുന്നതാണ് ഈ ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുക. ആ ലോ ഓഫ് ഇഫക്റ്റിനെയാണ് ഈ പറയുന്ന BF സ്കിന്നർ എന്ന് പറയുന്ന മറ്റൊരു മനഃശാസ്ത്രകാരൻ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ മറ്റൊരു സൈക്കോളജിസ്റ്റ് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ പിന്നീട് പഠിക്കാൻ വേണ്ടി പോകുന്ന ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറി ഫോം ചെയ്യുന്നത്. ഈ ലോ ഓഫ് ഇഫക്റ്റിന്റെ മോഡിഫിക്കേഷൻ, ഓപ്പറന്റ് കണ്ടീഷനിങ്, അതിന്റെ ക്ലാസ് റൂം ആപ്ലിക്കേഷനാണ് നമ്മൾ പറയുന്ന പ്രോഗ്രാം ലേണിംഗ് എന്ന് പറയുന്നത്. അത് പിന്നീട് പഠിക്കും എന്താണ് പ്രോഗ്രാം ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക നിങ്ങൾ, എന്താണ് ഈ പ്രോഗ്രാമിങ്ങിന്റെ ബേസ് നോക്കുക നിങ്ങൾ. നമ്മളെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആർ സ്റ്റാമ്പ്ഡ് ഇൻ എ പേഴ്സൺ, വേറസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആർ സ്റ്റാമ്പ്ഡ് ഔട്ട്. നമ്മൾ പോസിറ്റീവാണ് റീഇൻഫോഴ്സ്മെന്റ് എങ്കിൽ നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും. പലപ്പോഴും നെഗറ്റീവാണ് റീഇൻഫോഴ്സ്മെന്റ് എങ്കിൽ നമ്മുടെ ബന്ധത്തിന്റെ എന്താ പറയുക, അതിന്റെ ആവർത്തനം എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യപ്പെടും. ഇതാണ് ഈ പറയുന്ന ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുക. ഇത്രയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.